അതിരടി വൈബ്. അതിരടി എന്ന് പറയുന്ന ഒരു പേരിനോട് സിനിമ പൂർണ്ണമായിട്ടും നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷെ അനിയ വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണ്. എല്ലാം മുണ്ട് മടക്കിയുള്ള അടിയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് നല്ലൊരു മാസ് ഫീല് തോന്നിക്കുന്നുണ്ട്. തിയേറ്ററിൽ പോയി റിലാക്സ് ചെയ്ത് നമുക്ക് ഒരു അടിച്ചോളി പടം കാണാം. ഈ അതിരടി എന്ന് പറയുന്ന മൂവി വേർത്താണ്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത അതിരടി എന്ന ബേസിൽ ജോസഫും ടൊവിനോ തോമസും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയ സിനിമയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ സിനിമ കണ്ടു. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മളൊരു സ്കൂൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയൊരു പടം. അതായത് പക്കാ പറയുകയാണെങ്കിൽ അതിരടി വൈബ്. അതായത് അതിരടി എന്ന് പറയുന്ന ഒരു പേരിനോട് സിനിമ പൂർണ്ണമായിട്ടും നീതി പുലർത്തിയിട്ടുണ്ട്. പടത്തിൽ ബേസിൽ ജോസഫിന്റെ പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ ടൊവിനോ തോമസിന്റെ പെർഫോമൻസ് ആയാലും അവരുടെ ഒരു പീക്ക് പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള നമുക്ക് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫോമൻസ് ആണ്. ഇപ്പോൾ ടൊവിനോ തോമസിന്റെ എല്ലാം മുണ്ട് മടക്കിയുള്ള ആ ഒരു അടിയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് നല്ലൊരു മാസ് ഫീല് തോന്നിക്കുന്നുണ്ട്. അപ്പം അതേപോലെ നമ്മൾ ഇപ്പോൾ ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒന്ന് തിയേറ്ററിൽ പോയി റിലാക്സ് ചെയ്ത് നമുക്കൊരു അടിച്ചോളി പടം കാണാം എന്നുണ്ടെങ്കിൽ ഈ അതിരടി എന്ന് പറയുന്ന മൂവി വേർത്താണ്. അതേപോലെ തന്നെ അതിൻ്റെ മ്യൂസിക് ആയാലും പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യാമറ വർക്കാണ്. അതായത് അവസാനം കുറച്ച് ഡ്രോൺ ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് ഈ പാർട്ടി പേപ്പർ പോലെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കുമ്പോൾ കുറേ ഡ്രോൺ ഷോട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ വല്ല അടിപൊളിയായിട്ടാണ് അവർ എടുത്തേക്കുന്നത്. അതായത് ഭയങ്കര ഒരു പക്ക ക്വാളിറ്റി. അതായത് സിനിമയിൽ നമുക്ക് ആ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ബഡ്ജറ്റ് എത്രയാണെങ്കിലും അതിൻ്റെ ആ ഒരു ഫുൾ എഫേർട്ട് നമുക്ക് ആ ഒരു ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ഒരു അടിച്ച് പൊളിച്ചൊരു പടം കാണാം. അതേപോലെ അത്യാവശ്യം കോമഡി ഫൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് ഏതൊരാൾക്കാർക്കും കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഈ സിനിമ കാണാവുന്നതാണ്. സർട്ടിഫൈഡ് ആണ്, യൂണിവേഴ്സലാണ്. അപ്പോൾ ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് അടിച്ച് പൊളിച്ച് ഒരു കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക.